ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് പാർക്കിൽ വന്നിരുന്നപ്പം ഒരു ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് യൂട്യൂബിലേക്കാളും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് വ്യൂസ് കിട്ടുന്നത്. യൂട്യൂബിൽ എനിക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ടൈം കിട്ടുമ്പോൾ യൂട്യൂബിലും ഇടയ്ക്ക് വീഡിയോസ് ഇടാം. അപ്പോൾ എൻ്റെ ഇൻസിഡൻറ്റ് വേറെ ഒന്നല്ല, ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് പലർക്കും പല പല കൺസെപ്റ്റ്സ് ആണല്ലേ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് ബിക്കോസ് ഞാൻ കേട്ട ഒരു കാര്യമാണ് എനിക്കറിയുന്ന അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മെച്യൂരിറ്റീൻ്റെ കാര്യം. മെച്യൂരിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ എത്രത്തോളം മെച്യൂർഡ് ആണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ചൈൽഡിഷ് ക്യാരക്ടർ എനിക്ക് എടുത്ത് കളയാൻ എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. അപ്പം എൻ്റെ അടുത്ത് പല ഫ്രണ്ട്സ്, എനിക്ക് അറിയുന്ന ഒരു 5-6 ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് അറിയുന്നവരാണ്. അവരെൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, സാൻഡ്ര നീ ഓടിച്ചാടി കളിച്ച് പിള്ളേരുടെ കൂടെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അവർക്കും അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെ നടക്കാനൊരു മടി, ഒരു ഡിസ്കംഫർട്ട്. അതായത് മറ്റുള്ളവർ അവർക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് ഞാൻ വൈ എനിക്ക് അതിന്റെ എക്സാക്ട് റീസൺ അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം മെച്യൂരിറ്റി എന്ന് പറയുന്നത് വേറെ പല കാര്യത്തിനാണ് വേണ്ടത്. അതും ഈ ഓടിച്ചാടി കളിച്ച് നടക്കുന്നതും തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ളത് എന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. കാരണം എൻ്റെ കുറച്ച് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരെ പറ്റി ഇല്ലാത്ത കുറ്റം പറയാതിരിക്കുക, ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാതിരിക്കുക, മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും അവരെ അനാവശ്യമായി പോയി ഉപദ്രവിക്കാതിരിക്കുക. അതേപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാപ്പിനെസ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമ്പോൾ അതിൽ നമ്മൾ കൂടെ സന്തോഷിച്ച അത്രയും നല്ലത്. പക്ഷെ സന്തോഷിച്ചില്ലെങ്കിൽ അതിൽ സങ്കടപ്പെടാതിരിക്കാൻ നോക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ഇടയിൽ ഇല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കുക. അതേപോലെ ഒരു കാര്യം, ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യുമ്പോൾ നല്ലപോലെ ചിന്തിച്ച് മാത്രം ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലാണ് മെച്യൂരിറ്റി എന്നുള്ള കാര്യം നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ നമുക്ക് എത്ര ഏജ് ആയാലും ചൈൽഡിഷ് ക്യാരക്ടർ ഉള്ളത് ഒരു നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ മറ്റുള്ളവർ എന്ത് ചെയ്യും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? എത്ര നാൾ നമ്മളങ്ങനെ പോകും നമ്മുടെ ഇഷ്ടങ്ങളും അതും ഇതുമൊക്കെ മാറ്റി വെച്ചിട്ട്? അപ്പോൾ എനിക്ക് ഓ മൈ ഗോഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇവിടെ നിന്ന് സ്ഥലം മാറണം. അതുകൊണ്ട് ഞാനിപ്പം തൽക്കാലം പറയുന്നുള്ളൂ. ഞാൻ സീസൺ 2 ആയിട്ട് ഞാൻ പിന്നെ വരാം ഗൈസ്. അപ്പോൾ ബൈ.